ബി.ജെ.പി. വർഗീയ രാഷ്ട്രീയ സംഘടനയല്ല എന്ന് തെളിയിക്കാൻ അവർക്ക് ഒരൊറ്റ ആള് മാത്രം മതി. അത് നമ്മുടെ പി.സി. ജോർജാണ്. വാ തുറന്ന നല്ലത് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ പൂഞ്ഞാറിൽ അവൻ ജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവനൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ മനോഭാവം കൂടി നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവന് പെരുത്ത് ഇഷ്ടാ, അവന് ജീവനാ. ശോഭാ സുരേന്ദ്രൻ പി.സി. ജോർജിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കേൾക്കണം നിങ്ങൾ. എന്റെ പൊന്നെ, പി.സി. ജോർജിന് എന്നാ ഒരു ഇഷ്ടമാണെന്ന് അറിയവർക്കൊക്കെ ഒന്ന് കേട്ടോക്കി. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് പി.സി. ജോർജ് എന്നാണ്. പി.സി. ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി.സി. ജോർജിനെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട പി.സി. ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനൊന്നും പറയല്ലേ. എത്ര നല്ലൊരു മനുഷ്യനാണ് ഈ പി.സി. ജോർജ്. നല്ലതല്ലേ പറയാറുള്ളൂ. ശോഭ ചേച്ചി അങ്ങനൊന്നും പറയില്ലേ. ശോഭ ചേച്ചി ആ 25 ലക്ഷത്തിൽ നിന്ന് ആളെന്തെങ്കിലും ചോദിച്ചിരുന്ന? എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനൊന്നും പറയില്ല. ബി.ജെ.പിക്കാർക്ക് എന്നാ ഒരു ഇഷ്ടം അറിയോ? ഈ അച്ഛനീ മോനെ ഷോൺ ജോർജ്, പി.സി. ജോർജ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പെരുത്ത് ഇഷ്ടാ. കാരണം വാ തുറന്ന നല്ലതേ പറയുള്ളൂ. എന്തോ വേറൊന്നും കൂടി പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മാത്രവുമല്ല, ഇനി അങ്ങക്ക് അങ്ങനെ ഈ ബലാത്സംഗക്കാരെയും ക്രിമിനലുകളെയും കുറ്റവാളികളെയും ഒക്കെ സംരക്ഷിക്കണം എന്ന് പി.സി. ജോർജിന് ഇത്ര വലിയ പൂതിയുണ്ടാനം രാജിവെച്ച് പീഡകവീരന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ പീഡക സംഘത്തിന്റെ ചെയർമാനായിട്ടോ പ്രസിഡന്റായിട്ടോ ശ്രീമാൻ പി.സി. ജോർജ് ഇരുന്നോട്ടെ. അതാണ് പി.സി. ജോർജിന് പറ്റിയ പണി. ചേച്ചി ആ ഡയലോഗ് അടിക്കരുത്. പി.സി. ജോർജിന് പറ്റിയ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പ കണ്ടവനെ അത് വിളിക്കുക, മുസ്ലിങ്ങളെ എല്ലാവരെയും താറടിക്കുക, മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളെന്ന് വിളിച്ചു പറയുക, വർഗീയവാദികളെന്ന് വിളിച്ചു പറയുക, മഹാത്മാഗാന്ധിയെ താറടിച്ച് കാണിക്കുക, പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ താറടിച്ച് കാണിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കുൽസിതങ്ങൾ മാത്രമേ ചേട്ടായിക്കുള്ളൂ. എന്തെങ്കിലും കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂലക്കുരുവിന് മരുന്ന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഊരി അങ്ങ് പോകും. ഇനി പി.സി. ജോർജിന്റെ കുറച്ച് നിലപാട് ഒന്ന് കാണിച്ചു തരാം. നിലപാടില്ലായ്മ, ഡബിൾ ഡൂഡ് സിൻഡ്രോം കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ വലിയൊരു വെട്ടാണ് പി.സിക്ക് കിട്ടിയത്. ആ വെട്ടൊക്കെ ഇന്നൊരു പാഠമായി പഠിച്ചാണോ മുന്നോട്ട് പോകുന്നത്? പാഠമൊന്നും പഠിച്ചില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചില കശ്മലന്മാർ ഉണ്ടാക്കിയ കള്ളപ്രചരണത്തിൽ പാവപ്പെട്ട ഒരു സമൂഹം വീണുപോയി. അവരിന്ന് അതിൽ ദുഃഖിതരാണ്. അവര് ദുഃഖിതരാണെന്ന് മാത്രമല്ല, ഇപ്പൊ എല്ലാ കാര്യത്തിലും അവരാണ് മുന്നേ നിൽക്കുന്നത്. മുഴുവൻ നിങ്ങൾ ആ മേഖല അറിയി കടക്കന് ചോദിക്കും, അവർ പറഞ്ഞു. അപ്പം നിൽക്കുന്നത് മനസ്സിലാവും. കബളിപ്പിക്കപ്പെട്ടവർ, അത് ദുഃഖം വന്നവർ, മൗലിമാരെല്ലാം ഇപ്പം ഇതിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാം. എന്റെ പൊന്നു ചേട്ടായി, എല്ലാവരുടെ കയ്യിലും സോഷ്യൽ മീഡിയ ഉണ്ട്. താൻ പറഞ്ഞ വല്ല ഊളത്തരങ്ങൾ എല്ലാവർക്കും ഇപ്പൊ കാണാനും ഉണ്ട് എന്നുള്ളതാണ്. ഇയാളെ വല്ല ഇതിലേക്കാണ് മത്സരിപ്പിക്കേണ്ടത്, നമ്മളെ പ്രാന്താശുപത്രിയിലേക്ക്. അല്ലാതെ ഇയാളെ ഒന്ന് നിയോജക മണ്ഡലത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളിലേക്കോ പഞ്ചായത്തിലേക്ക് പോലും ഇവനൊന്ന് മത്സരിപ്പിക്കരുത്. ഞാൻ കാര്യമായിട്ട് പറയാം. ഇവന്റെ ഊളത്തരങ്ങൾ കുറച്ചൊന്നുമല്ല. ഇവന്റെ മെയിൻ പരിപാടി തന്നെ മുസ്ലിം വിരുദ്ധത. ഇവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന അവൻ തന്നെ ഒരു പിടിയില്ല എന്നുള്ളത്. ഇന്ന് പറഞ്ഞ നാളെ മറക്കും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും കേൾക്കാം. പി.സി. ജോർജിനെ മുസ്ലിം വിരോധി എന്നാണല്ലോ ഇപ്പൊ മുദ്ര കുത്തുന്നത്. അത് പറയുന്ന വിവരം കേട്ട ഹറാം പറഞ്ഞവന്മാർ, മാന്യന്മാരത് പറയാം. മാന്യന്മാരും മുസ്ലിങ്ങളും പറയാം. 7 പ്രാവശ്യം ജയിച്ചു, 9 പ്രാവശ്യം മത്സരിച്ചു, 8ാമത് ജയിക്കാൻ വേണ്ടി മത്സരിക്കുക. പിന്നെ ഈ പി.സി. ജോർജ് അറാം പറഞ്ഞവരാരാണ്, അറാം പിറന്നവൻ ആരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുസ്ലിം വിരുദ്ധനാണോ താങ്കൾ എന്ന് പറയുമ്പോ അല്ല എന്ന് പറയുമ്പോ ഞങ്ങൾ എന്താങ്ങ് മടക്കിയിരിക്കുകയോ? ഒന്ന് കേട്ടോ. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുണിവൊക്കെ വെക്കുക, ഉടനെ വിട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. ഞാനതിന് മറുപടി പറയുകയാണെങ്കിൽ കുറച്ച് കൂടിപ്പോവും. പിന്നെ ചാനലിൽ ഇടാൻ പറ്റാത്ത രീതിയിലാവും. അതുകൊണ്ടാണ് പറയാത്തത്. ഇവന്റെ സ്വഭാവം തന്നെ വളരെ മോശം. ഇവനൊക്കെ ബി.ജെ.പിയിൽ ഇപ്പോഴും തുടരുന്നത് തന്നെ എന്തിനാന്ന് മനസ്സിലായില്ലേ? എന്താണെന്ന് മനസ്സിലായില്ലേ? ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്, ഞങ്ങളും അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. അത് ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത്. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവനെ പോലുള്ള ആളുകളുടെ നാക്കുമുക്ക് നോക്കിയാൽ മതി. ഇവൻ പറയുന്ന വൃത്തികേടുകൾ കേട്ടാൽ മാത്രം മതി എന്നുള്ളതാണ്. എന്നിട്ട് പറയാം ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല, ആളുകൾ പടച്ചു വിടുന്നുള്ളത്. ഇനി ഇവന്റെ ഒരു വോട്ട് തണ്ടലുണ്ട്. ഈ വോട്ട് തണ്ടലും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. സ്വല്പം മാന്യത പഠിപ്പിച്ചുവിടുന്ന ഞാൻ ഓർത്തത്. കാരണവന്മാര് നന്നായാലും മക്കള് നന്നാവും. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല. മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ അവകാശമില്ല.
സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാനൊക്കെ അവകാശമുണ്ട്. പക്ഷെ ഊളത്തരം കാണിക്കണം നിനക്കൊക്കെ വോട്ട് അത് നാട്ടുകാർ തരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ നിന്റെ മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കടാ. മനസാക്ഷി ചിലപ്പോൾ നിന്റെ മുഖത്ത് തൂറി എറിയും. നിന്റെ പഴയ ഡയലോഗാ തൂറി എറിയല്. സോളാർ ചേച്ചിയെ വിളിച്ചതിന്റെ കഥയൊക്കെ ഉണ്ട്, ഞങ്ങളൊന്നും കുത്തിപ്പൊക്കണമെന്നില്ല. ഇവൻ അപ്പൊ കണ്ടവൻ അത് വിളിക്കുന്ന സ്വഭാവവും ഊളത്തരം വിളിച്ചു പറഞ്ഞ സ്വഭാവമാണ്. ബാക്കി ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. മനസ്സിലായോ? എന്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത മനസ്സിലായോ? വർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട ജനിച്ചു വളർന്നവനാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ? ആര് പോയാൽ ഓടുന്നവനല്ലേ ഞാൻ? ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും. മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയും, ഓടാവുന്നു. നീ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വാർത്താനം പറയും. അപ്പോ നല്ലതായി നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വന്തം നാട്ടിലാണ് പൂക്ക് വിളി, ഇറങ്ങി പോടാന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തെറിയാണ് ഇയാൾ വിളിച്ചു പറഞ്ഞതെന്ന് കണ്ടില്ലേ? ഇവനാ നാട്ടുകാർ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇവൻ വാക്കുകൾ മാറ്റി പറയുന്നവനും സ്ഥിരത ഇല്ലാത്തവനുമാണ്. അതുകൂടാതെ തന്നെ വർഗീയത നാക്കിന്റെ തുമ്പത്ത് കിടന്ന് ഇങ്ങനെ വിളയാടുന്ന മനുഷ്യനാണെന്നുള്ളത്. മനുഷ്യനല്ല, മറ്റവനാണെന്ന് പറയേണ്ടി വരും. മറ്റേ മോൻ എന്ന് പറഞ്ഞില്ലേ സുരേഷ് ഗോപി, അതേപോലെ മറ്റേ മോൻ, അത് തന്നെയാണ് ഇവനെ വിളിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇവൻ നമ്പി നാരായണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. സ്പോട്ടിൽ പൊളിച്ചടക്കിയതാണ്, ഒന്ന് കാണാം. പി സി ജോർജ് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്പി നാരായണന്റെ കേസ് പറഞ്ഞ കാര്യം നമ്പി നാരായണന്റെ കാര്യം പറഞ്ഞ കേൾക്കാം. അല്ല, ആ സത്യം അറിയട്ടെ. നമ്പി നാരായണന്റെ കാര്യം അല്ല, നമ്പി നാരായണന്റെ കാര്യം ആലപ്പുഴയിൽ മിനിഞ്ഞാന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജ് പറഞ്ഞത് കേൾക്കാം. ഞാൻ പറയാമെന്ന് പറഞ്ഞില്ല. അല്ല, അത് കേൾക്കട്ടെ. അന്ന് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾപ്പിച്ച് തരട്ടെ എന്ന് വെച്ചാൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല, അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്പി നാരായണൻ ഫോൺ കോളിൽ ഉണ്ട് കേട്ടോ. ഇനി പഴയ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് നാറ്റിക്കണതാണെന്ന് കാണാം. ഈ നാണം കെട്ട കേരള തെണ്ടിയ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് 4 കൊല്ലം ജയിലിട്ടെന്ന് അറിയാമോ? ലോകത്തിന് മുമ്പിൽ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത വലിയ മനുഷ്യനെ CIA ചാരന്മാരുടെ കാശ് വാങ്ങിക്കൊണ്ട് തെണ്ടികൾ പിടിച്ച് അകത്തിട്ടു 4 കൊല്ലം. സുപ്രീം കോടതി കാശ് കൊടുക്കാന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം. അറിയാവോ? ആ മനുഷ്യന്റെ കണ്ണീര് കണ്ടവൻ ഞാനാണ് 10 ലക്ഷം രൂപ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കേരള സർക്കാരിന്റെ. ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഉമ്മൻചാണ്ടി മലപ്പുറം കാണിച്ച പൂക്കൃത്തരവാ ആ 10 ലക്ഷം, അങ്ങനെ 1 കോടി വേണ്ടാന്ന് പറഞ്ഞു. സുപ്രീം കോടതി 1 കോടതി വിധിച്ചു 1 കോടി കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞു, എനിക്ക് 1 കോടി വേണ്ട, PC 1 കോടി എനിക്ക് വേണ്ട, 10 ലക്ഷം ശിക്ഷ മേടിക്കണമല്ലേ ഞാൻ, ഇല്ലെങ്കിൽ ചരിത്രത്തിൽ ഞാൻ പേടിച്ചില്ലെങ്കിൽ ഞാൻ കള്ളാന്ന് പറയല് വേണമെന്ന് പറഞ്ഞു. ആരാ കള്ളൻ, ആരാണ് വാക്ക് മാറ്റി പറയുന്ന കൂതറ എന്ന് നമ്പി നാരായണൻ തന്നെ ഉടനടി കൊടുക്കുന്നതാണെന്ന് കാണാൻ. ശ്രീ നമ്പി നാരായണൻ, പി സി ജോർജ് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്ന് 1 കോടിക്ക് 10 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ തന്നത് പി സി ജോർജ് ആണെന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയാണോ? അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. എപ്പിടി ഇருக்கு? അയാൾ ആ ഫോൺ കോളിൽ ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ലായിരുന്നു. കൂതറ കുടുങ്ങിപ്പോയി അല്ലേ? ഇതാണ് പി സി ജോർജിന്റെ കൂതറ പൊറോട്ട് നാടകങ്ങൾ. ഇവനൊന്നും ആരും വോട്ട് ചെയ്യല്ല എന്റെ പൊന്നുമക്കളെ, ഞാൻ കാര്യമായിട്ട് പറയാം. നിങ്ങൾ മനുഷ്യന്മാർക്ക് വോട്ട് ചെയ്യും. ഇമാതിരി കണ്ടാമൃഗത്തിന്റെ തൊലിയുള്ള മറ്റേ നാക്കുള്ള ആളുകൾക്കൊന്നും വോട്ട് കൊടുക്കല്ലേ, നമ്മുടെ നാട് കുട്ടിച്ചോറോ. ഇനി സുരേന്ദ്രനെ കുറിച്ചിട്ട് നമ്മുടെ തോക്ക് സ്വാമി ഒരു കാര്യം പറയുന്നതിന് ഒന്ന് കേൾക്കാം. ഇവർ പറയുന്ന വർഗീയത കുറെ മുസ്ലിങ്ങളെ ആക്രമിക്കുക. ഇന്നലെ ആ കള്ള കാപ്പിക്കുരു കള്ളൻ, ആ കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ, റിയൽ എസ്റ്റേറ്റ് എന്ന് കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ ആരാ? കെ സുരേന്ദ്രൻ. പേര് തന്നെ കേട്ടിട്ടുണ്ട്. എപ്പോഴും ജനങ്ങൾക്ക് എഴുതാൻ കള്ളനാണ് എന്ന് അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോ തന്നെ വീട്ടുകാർക്ക് കൊടുത്തൊരു സാധനമാണ്. ഇത്രയും വലിയ ഗുണ്ടായുസം, ഇത്രയും വലിയ മാനിപ്പുലേഷൻ. അയാൾ പറയുന്നത് മുസ്ലിം ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, മുസ്ലിങ്ങളെല്ലാം അയാൾ വോട്ട് കൊടുക്കുന്നു. പിന്നെ ഇയാള് മുസ്ലിങ്ങളുടെ വോട്ട് കൊടുക്കാൻ വേണ്ടി ആ സമുദായത്തിന് വേണ്ടി രാത്രിയും വൈകിട്ടും തങ്ങന്മാരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇയാള്. ഇവരുടെ BJP, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ക്രിസ്ത്യൻ ലോബിയുടെ കൺട്രോളിലാണ് BJP എന്ന് ഞാൻ പറഞ്ഞു. BJP ബിസിനസ് ജനതാ പാർട്ടി, അല്ലാതെ ബിഷപ്പ് ജനതാ പാർട്ടി ഉണ്ട്. അങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട് ഇവിടെ കേരളത്തിൽ. ഇവരാണ് സീറ്റ് തീരുമാനിക്കുന്നത്. ഇവര് സീറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സ്വയംസേവകർക്ക് എന്ത് സീറ്റ് കിട്ടി? യഥാർത്ഥ ഹിന്ദു പോരാളികൾക്ക് എന്ത് സീറ്റ്?
റീൽസ് ഓളികള്, ബിഗ് ബോസിലുള്ള ആളുകൾ, ഇവർക്കൊക്കെയാണ് സീറ്റ് കൊടുക്കുന്നത്. പിന്നെ കെ സുരേന്ദ്രനെ കള്ളനായിട്ടൊക്കെയാണ് പറഞ്ഞത്. ജന്മന അവർക്ക് അറിയാമായിരുന്നത്രേ, അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇട്ടത്. കള്ളൻ സുരേന്ദ്രൻ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അത് ഇവരുടെ തട്ടകത്തിലുള്ള പ്രശ്നമാണ്, അത് അവർ പറഞ്ഞു തീർക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും BJPയുടെ ഉള്ളിൽ തന്നെ പിളർപ്പ് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PC ജോർജിനെ പോലെയുള്ള ആളുകളെ നിലനിർത്തുന്നതും അഖിൽ മാരാറിനെ പോലെയുള്ള, റോബിൻ രാധാകൃഷ്ണനെ പോലെയുള്ള റീൽസ് ഓളികളെയും മണവണാഞ്ചന്മാരെയും കൊണ്ടു നിർത്തുന്നതും ഒക്കെ BJPയിൽ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളെ പോലെയുള്ള പണിയെടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് സീറ്റ് തരുന്നില്ല എന്നാണ് ആള് അവകാശപ്പെടുന്നതിലൊക്കെ ചോദിക്കുന്നത്. സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആര് മത്സരിച്ചാലും ജയിക്കാനൊന്നും പോകുന്നില്ല. ബുദ്ധിയും വിവേകവും ഉള്ള ആളുകൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒന്ന് പാളി നോക്കിയാൽ മാത്രം മതി, ഒരിക്കലും വോട്ട് നിങ്ങൾക്ക് തരില്ല എന്നുള്ളത്. ഇവിടെ നരേന്ദ്രമോദി വന്നിട്ട് എന്തൊക്കെ ഊളത്തരങ്ങളെ പ്രസംഗിച്ചു വിട്ട് നമ്മൾ കണ്ടതല്ലേ. അത്രയേ ഉള്ളൂ വകതിരിവ് എന്നുള്ളതാണ്. കേന്ദ്രം നമുക്ക് തരുന്നതൊക്കെ ഔദാര്യമാണ് എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പിരിച്ചുവിടുന്ന ആ നികുതി പണം ഉണ്ടല്ലോ, അതെന്ത് ഉണ്ടൊക്കെയാണെന്നും കൂടി നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകൾ പറയേണ്ടതായിട്ടുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇത് രാജ്യഭരണമുള്ള നാടല്ല. നിങ്ങൾക്ക് ജനാധിപത്യത്തിലൂടെ ആരെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം, പക്ഷെ ആര് വിഷം തെരഞ്ഞെടുക്കല്ലേ, ചാണകം തെരഞ്ഞെടുക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.